ആംബുലൻസ്. അത് ആംബുലൻസ് അല്ല, ആംബുലൻസ് എന്നാണ്. ആംബുലൻസ്. നിങ്ങൾക്കും വില്ലിയെ പോലെ ശരിയായ പ്രൊനൗൺസിയേഷൻ പഠിക്കണമെങ്കിൽ ഇപ്പോൾ തന്നെ കിഡ്സ് ആപ്പായ കുക്കു ടിവി ഡൗൺലോഡ് ചെയ്യൂ. और एवरीडे कुछ नया सीखो. ശ്രീരാംപൂർ ഒരു ചെറിയ ഗ്രാമമാണ്. ഈ ഗ്രാമത്തിൽ ഒരുപാട് പേർ കൃഷിയാണ് ചെയ്യുന്നത്. അവരിൽ ഒരുത്തനാണ് കേശവ്. കേശവ് ഒരു കഠിനാധ്വാനിയാണ്. അവൻ അവന്റെ ദിവസം മുഴുവൻ പാടത്ത് കൃഷിയെടുക്കുന്നതിൽ ചെലവഴിക്കും. സൂര്യൻ അസ്തമിച്ചതിനു ശേഷം മാത്രമേ വീട്ടിലേക്ക് പോകൂ. വീട്ടിന്റെ വാതിൽക്കൽ അവന്റെ മകൾ ചുക്കി അവന് വേണ്ടി കാത്തുകൊണ്ടേയിരിക്കും. അച്ഛൻ വന്നു, അച്ഛൻ വന്നു. അവളുടെ അച്ഛനെ കണ്ടതും അവൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കും. നിങ്ങൾ എത്തിയോ അച്ഛാ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അച്ഛാ, ഇന്ന് ഞാൻ എന്റെ സ്കൂളിൽ മരം വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു. പിന്നെന്താ, എനിക്ക് നേരത്തെ തന്നെ അറിയാമല്ലോ മരം വരയ്ക്കാൻ. ടീച്ചറിനോട് ചോദിച്ചു, ചുട്കി, നിനക്ക് എങ്ങനെ ഈ മരങ്ങളൊക്കെ വരയ്ക്കാൻ അറിയാം? അപ്പോൾ ഞാൻ ധൈര്യമായിട്ട് പറഞ്ഞു എന്റെ അച്ഛൻ ഒരു കൃഷിക്കാരനാണെന്ന്. എന്റെ അമ്മോ, ഞാൻ ഇത് തന്നെയാണ് വിചാരിച്ചത്. എല്ലാരും എനിക്ക് വേണ്ടി കൈതട്ടി. പിന്നെ ടീച്ചർ എനിക്കൊരു ചോക്ലേറ്റും തന്നു. നല്ല കാര്യം. അതിരിക്കട്ടെ, അമ്മ എന്താണ് വീട്ടില് ഭക്ഷണം ഉണ്ടാക്കിയത്? ദാൽ കറിയും പിന്നെ കോളിഫ്ലവർ സബ്ജിയും. വീണ്ടും കോളിഫ്ലവർ സബ്ജിയോ? ഇവിടെ നോക്കു ചുട്കി, നീ എപ്പോഴും കോളിഫ്ലവർ ഉപ്പേരി കഴിച്ചേ പറ്റുള്ളൂ. ഈ പച്ചക്കറി ഉണ്ടാക്കിയത് നിന്റെ അച്ഛനാണ്. എങ്കിൽ ഞാൻ തീർച്ചയായിട്ടും കഴിക്കും. ഞാൻ ചെന്ന് ആഹാരം എടുത്തു വെക്കാം. കോമൽ ചെന്ന് 3 പേർക്കും ആഹാരം എടുത്തു വെച്ചു. എന്നിട്ട് 3 പേരും സന്തോഷത്തോടെ ആഹാരം കഴിച്ചു. അടുത്ത ദിവസം മുതൽ മഴ പെയ്യാൻ തുടങ്ങി. ഇപ്പൊ എന്ത് ചെയ്യാനാ? മഴ ഇങ്ങനെ തന്നെ പെയ്തുകൊണ്ടിരുന്നാൽ എല്ലാ പയറുകളും നശിച്ചു പോവുമല്ലോ. എനിക്ക് പേടിയാവുന്നു. നിങ്ങൾ ഒന്നിനും വിഷമിക്കേണ്ട, ദൈവം നമ്മളെ സഹായിക്കും. മഴയൊക്കെ പെട്ടെന്ന് നിൽക്കും ചേട്ടാ. വിശ്വാസത്തോടെ ഉണ്ട്. പക്ഷേ ദൈവത്തിന് അവരുടെ പ്രാർത്ഥന കേട്ടില്ല. മഴ വളരെ അധികമായി പെയ്തു. അവരുടെ പാടത്തൊക്കെ വെള്ളം കൊണ്ട് നിറഞ്ഞു. അതുമാത്രമല്ല, ഗ്രാമം ആകെ വെള്ളം കൊണ്ട് നിറഞ്ഞു. എല്ലാ കൃഷിക്കാരും വളരെ വിഷമത്തിലായിരുന്നു. ഇപ്പൊ എന്ത് ചെയ്യാനാ? എല്ലാ പയറുകളും നശിച്ചു പോയല്ലോ. ഇനി നമുക്ക് ആ ദൈവം മാത്രമേ നമ്മളുള്ളൂ രക്ഷിക്കാൻ. കേശവ് തന്റെ പാടത്ത് നോക്കിയപ്പോൾ പാടമാകെ വെള്ളം കൊണ്ട് നിറഞ്ഞിരുന്നു. അവനും ഒരുപാട് വിഷമമായി. അവൻ സങ്കടത്തോടെ തന്നെ വീട്ടിലേക്ക് പോയി. കോമൽ, എനിക്ക് ഒരു കാര്യവും മനസ്സിലാവുന്നില്ല. ഇപ്പൊ എന്താ ചെയ്യേണ്ടെന്ന് അറിയുന്നില്ല. കൃഷിക്കാരുടെ എല്ലാ പയറുകളും ഈ വെള്ളത്തിൽ നശിച്ചു പോയി, നാശമായി പോയല്ലോ. നമ്മുടെയും. എന്റെ ദൈവമേ, ഇപ്പോൾ നമ്മൾ എന്തു ചെയ്യാനാണ്? വെള്ളം ഒഴുക്ക് നിന്നാൽ നമുക്ക് പുതിയ പയറെങ്കിലും വിതയ്ക്കാമായിരുന്നു. അതിനുള്ള വഴി ഇപ്പൊ ഇല്ല. നമ്മളെല്ലാരും ഇതിനു വേണ്ടി കാത്തിരിക്കേണ്ടി വരും. മഴയും നിൽക്കണം, വെള്ളവും താഴെ ഇറങ്ങണം. നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട. പുതിയ വിത്തുകൾ വിതയ്ക്കാൻ ഞാൻ നിങ്ങളെ സഹായിക്കാം. കേശവും കോമളും ചിന്തിക്കാൻ തുടങ്ങി. മഴ യാതൊരു വിധത്തിലും നിൽക്കുന്ന കോളില്ല. ഗ്രാമം മൊത്തം വെള്ളം കൊണ്ട് നിറഞ്ഞു. ഗ്രാമത്തിലുള്ള ആളുകളൊക്കെ ഗ്രാമം വിട്ട് പുറത്തു പോകേണ്ടി വന്നു. കേശവും പിന്നെ അവന്റെ കൂടെയുള്ള ആളുകളും അവർ സ്വന്തമായി അവരെ തന്നെ രക്ഷിക്കാൻ തീരുമാനിച്ചു. വെള്ളത്തിൽ നീന്തിക്കൊണ്ട് തന്നെ കേശവും അദ്ദേഹത്തിന്റെ മകളും അദ്ദേഹത്തിന്റെ അച്ഛനും വെള്ളത്തിൽ നിന്ന് പുറത്തുപോയി. പോകുന്ന വഴിയിൽ ഒരു വീട്ടിൽ നിന്നും ഒരു പെണ്ണിന്റെ ശബ്ദം കേശവ് കേട്ടു. എന്നെ രക്ഷിക്കണേ, ആരെങ്കിലും രക്ഷിക്കണേ. കേശവ് ആ വീട്ടിനകത്തേക്ക് ചെന്നു. അവിടെ ഉണ്ടായിരുന്ന പെൺകുട്ടിയെ അദ്ദേഹം പുറത്തു വിളിച്ചുകൊണ്ട് വന്നു. പുറത്തേക്ക് വന്നതും തന്നെ ആ വീട് ഒടിഞ്ഞ് കേശവിന്റെ പുറത്ത് ചെന്ന് വീണു. ആ തടി മേലിലേക്ക് വീണതും കേശവ് ആ വെള്ളത്തിൽ തന്നെ മുങ്ങിപ്പോയി. കുറച്ച് ആളുകൾ വന്ന് അവിടെ നിന്നും കേശവിനെ പൊക്കിയെടുത്തു. കേശവിനെ ഒരുപാട് പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹത്തിന് എന്തു പറ്റി? ആരെയോ രക്ഷിക്കാൻ വേണ്ടി പോയതാണ്. അതിപ്പോഴുള്ള സമയത്ത് അദ്ദേഹത്തിന് മുറിവ് ഏർപ്പെട്ടിട്ടുണ്ട്. എന്റെ ദൈവമേ. കോമൽ കേശവിനെ നോക്കിക്കൊണ്ടിരുന്നു. കുറച്ചു സമയത്തിനകം തന്നെ ഡോക്ടർ ജി അവിടേക്ക് വന്നു. ഇദ്ദേഹത്തിന്റെ തലയിൽ എന്തോ ഘനമുള്ള സാധനമാണ് വീണിരിക്കുന്നത്. ഇദ്ദേഹത്തിന് തിരിച്ചറിവ് എപ്പോഴാ വരുന്നത് ആർക്കും പറയാൻ പറ്റില്ല. ഇദ്ദേഹത്തെ നന്നാക്കാൻ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ പറയൂ. നഗരത്തേക്ക് കൊണ്ടുപോയാൽ ഇദ്ദേഹത്തിന് MRI സ്കാൻ ചെയ്ത് എന്താണ് നമുക്ക് നോക്കാം. എന്നാലേ നമുക്ക് എന്താണെന്ന് അറിയുള്ളൂ. പക്ഷേ ഇവിടെ ഘനമായുള്ള മഴ ഉള്ളത് കൊണ്ട് സിറ്റിയിലേക്ക് പോകുന്ന എല്ലാ വഴിയും അടച്ചിട്ടുണ്ട്. കുറച്ച് ദിവസത്തേക്ക് ഇദ്ദേഹത്തിന് വീട്ടിൽ വെച്ചിട്ടാണ് നമ്മൾ ചികിത്സ ചെയ്യേണ്ടത്. ശരി. ഡോക്ടർ മരുന്ന് നൽകിയിട്ട് അവിടെ നിന്നും പോയി. അമ്മേ, അച്ഛന്റെ അസുഖം മാറുമല്ലോ അല്ലേ? അതെ, ദൈവമുണ്ടല്ലോ അല്ലേ?
കുറച്ചു സമയത്തിനകം തന്നെ ചുക്കി ഉറങ്ങിപ്പോയി. പക്ഷെ കോമൽ ഇത് വിചാരിച്ച് ഒട്ടും തന്നെ ഉറങ്ങിയില്ല. അടുത്ത ദിവസം രാവിലെ മഴ കുറഞ്ഞു. പാടത്തുണ്ടായിരുന്ന വെള്ളമൊക്കെ വറ്റിപ്പോയി. കൃഷിക്കാരൊക്കെ അവരുടെ പാടം അടുത്ത വിളച്ചലിനായി റെഡിയാക്കി. പക്ഷേ ഇവിടെ കേശവിനെ പരിക്കേറ്റിട്ടുള്ളത് കൊണ്ട് കോമൽ കൃഷി ചെയ്യാൻ റെഡിയായി. ചുക്കിമോളെ, നിന്റെ അച്ഛനെ നീ ശ്രദ്ധിച്ചു നോക്കണേ. ഞാൻ വയലിൽ ചെന്ന് കുറച്ച് ജോലി ചെയ്തിട്ട് വരാം. ശരി അമ്മേ. കോമൽ പാടത്തേക്ക് ചെന്നപ്പോൾ അവളുടെ പാടത്തിൽ വെള്ളമൊന്നുമില്ലായിരുന്നു. പക്ഷേ മണ്ണ് അപ്പോഴും ഈർപ്പമുണ്ടായിരുന്നു. കോമൽ ആ മണ്ണ് കയ്യിലെടുത്തു നോക്കി. ഈ മണ്ണിൽ നമ്മൾ എങ്ങനെയാണ് വിത്തുകൾ ഇടുന്നത്? പക്ഷെ നമ്മൾ ശ്രമിച്ചു നോക്കിയേ പറ്റൂ. കോമൽ ആ മണ്ണിൽ തന്നെ വിത്തുകൾ ഇടാൻ തുടങ്ങി. സമയം കുറേ കടന്നുപോയി. ഇനിയും കുറച്ചു ദിവസത്തിനകത്ത് ഈ വിത്തുകളൊക്കെ വളരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നല്ല ഈർപ്പമുള്ളതുകൊണ്ട് കുറച്ചു ദിവസത്തേക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യം വരില്ല. പാടത്തുള്ള ജോലി തീർത്തിട്ട് കോമൽ വീട്ടിലേക്ക് പോയി. അന്നു മുതൽ 4 ദിവസം കഴിഞ്ഞ് കോമൽ വീണ്ടും വയലിലേക്ക് വന്നു. അവിടെ നോക്കിയപ്പോൾ അവൾ ഇട്ടിരുന്ന എല്ലാ വിത്തുകളും മണ്ണിന്റെ മുകളിലേക്ക് വന്നിരുന്നു. എന്റെ ദൈവമേ, ഇത്രയും ഈർപ്പമുള്ള മണ്ണിൽ ഞാൻ എങ്ങനെ വ്യവസായം ചെയ്യാനാണ്? അവരുടെ വയലിന്റെ അവസ്ഥ കണ്ട് കോമലിന്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. തങ്ങളുടെ അവസ്ഥ ഇങ്ങനെ ആയെന്ന് വിചാരിച്ച് ആലോചിച്ചുകൊണ്ടേ കോമൽ ആറ്റിന്റെ അരികിൽ കൂടെ നടന്നു വരികയായിരുന്നു. ദൈവമേ, എന്നെ സഹായിക്കൂ. എന്റെ ഭർത്താവിന്റെ അവസ്ഥയും ഇങ്ങനെ ആയിപ്പോയി. വയലിൽ കൃഷിയും ചെയ്യാൻ പറ്റുന്നില്ല. ഈ അവസ്ഥ തുടർന്നുകൊണ്ടിരുന്നാൽ ഞങ്ങളുടെ മൊത്ത കുടുംബം ഒരുപാട് വിഷമിക്കേണ്ടി വരും ദൈവമേ. കോമൽ കരഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പോൾ പെട്ടെന്ന് ആ പുഴയിൽ നിന്നും ഒരു മത്സ്യകന്യക പ്രത്യക്ഷപ്പെട്ടു. പുത്രി, കരയില്ലേ പുത്രി? ദേവി, എന്നെ കൊണ്ട് എങ്ങനെ കരയാതിരിക്കാൻ പറ്റും? നിങ്ങൾക്ക് എന്റെ പ്രശ്നം എന്താണെന്ന് അറിയാമല്ലോ. എന്റെ ഭർത്താവിന് അസുഖം ബാധിച്ച് കിടപ്പില്ല. പിന്നെ ഞങ്ങളുടെ പാടമും വെള്ളം കൊണ്ട് ചീത്തയായി മാറിയിരിക്കുന്നു. മത്സ്യകന്യക അവൾക്ക് ഒരു പാന നൽകി. നോക്കൂ പുത്രി, ഇതിനകത്ത് മാന്ത്രിക വിത്തുകളുണ്ട്. ഇത് നീ നിന്റെ വയലിൽ വിതച്ചു നോക്കൂ. നിന്റെ വയലിൽ മീൻ ചെടികൾ വളരുന്നത് കാണാം. അതിൽ നിന്നും നിനക്ക് നല്ല വരുമാനം കിട്ടും. ഈ പാനയിലുള്ള വെള്ളം പോലും മാന്ത്രിക വെള്ളമാണ്. ആ വെള്ളം നിന്റെ ഭർത്താവിന്റെ മേൽ ചെന്ന് കൊണ്ടൊഴിക്കൂ. ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ അസുഖം മാറും. വളരെ നന്ദി ദേവി, നിങ്ങൾക്ക് ഒരുപാട് നന്ദി. മത്സ്യകന്യക വീണ്ടും ആ വെള്ളത്തിനകത്തേക്ക് തന്നെ പോയി. ഇപ്പോൾ അവൾ ആ പാന എടുത്തുകൊണ്ട് തന്റെ വയലിലേക്ക് പോയി. കോമൽ ആ പാനയിൽ നിന്നും ചെറിയ ചെറിയ മീൻ വിതകൾ എടുത്ത് അവളുടെ വയലിലേക്ക് ഒന്നൊന്നായി വിതച്ചു. എല്ലാ വിതകളും മൊത്തമായി തീർന്നു പോയതിനു ശേഷം ഇതിലിപ്പോൾ വെറും വെള്ളമാണുള്ളത്, മാന്ത്രിക വെള്ളം. ആ മാന്ത്രിക വെള്ളം എടുത്തുകൊണ്ട് കോമൽ അവളുടെ വീട്ടിലേക്ക് പോയി. എന്നിട്ട് അവൾ അതിലുള്ള വെള്ളം എടുത്ത് കേശവിന്റെ നെറ്റിയിൽ അതിനെ തടവിയ കുറച്ചു സമയത്തിനകം തന്നെ കേശവ് തന്റെ കണ്ണുകൾ തുറന്നു നോക്കി. കോമൽ, ചുട്കി. അച്ഛാ! ചുക്കി അവളുടെ അച്ഛനെ ചെന്ന് കെട്ടിപ്പിടിച്ചു. കേശവിനും കോമലിനും അവരുടെ സങ്കടം അടക്കാൻ പറ്റിയില്ല. ഞാൻ എത്ര ദിവസമായിട്ടാണ് മയക്കത്തിലുണ്ടായത്? 5 ദിവസമായി. നിങ്ങൾക്ക് ഈ മാന്ത്രിക വെള്ളം കൊണ്ടാണ് ഓർമ്മ വന്നത്. കോമൽ കേശവിനോട് ആ മാന്ത്രിക വെള്ളത്തെക്കുറിച്ചും മത്സ്യകന്യയെക്കുറിച്ചും പറഞ്ഞു. മീൻ കൊണ്ടുള്ള കൃഷിയോ? അതെ, ഞാൻ ആ വിത്തുകളൊക്കെ വിതച്ചിരിക്കുന്നു. എന്നാ ശരി, എന്നാ വയലിലേക്ക് പോവാം. അവിടെ എന്താണെന്ന് നോക്കാം. അവർ 3 പേരും പാടത്ത് ചെന്ന് നോക്കിയപ്പോൾ അവരുടെ പാടം മൊത്തം മീൻ നിറഞ്ഞിരിക്കുകയായിരുന്നു. ഇത് ശരിക്കും വിനോദമായിട്ടുണ്ടല്ലോ. ഹാ, ആ ദേവി എന്നോട് പറഞ്ഞു, ഇത് കാരണം നിങ്ങൾക്ക് ഒരുപാട് വരുമാനം കിട്ടുമെന്ന് പറഞ്ഞു. അതെ, തീർച്ചയായും. കേശവും കോമലും കൂടി അവിടെ ഉണ്ടായിരുന്ന മീനുകളൊക്കെ നിലത്തു നിന്നും പുറത്തെടുത്തു. ആ മീനുകളൊക്കെ വിറ്റ് അവർക്ക് ഒരുപാട് വരുമാനം കിട്ടി. ഞാൻ വിചാരിച്ചു പോലും കരുതിയില്ല ഇതുപോലുള്ള വെള്ളപ്പൊക്കം വന്നതിന് ശേഷം വയറ് നിറയെ നമുക്ക് ഭക്ഷണം കിട്ടുമെന്ന്. പക്ഷെ ഇത് കണ്ടില്ലേ, നമുക്ക് എത്ര പൈസയാണ് കിട്ടിയിരിക്കുന്നത്? ഇതെല്ലാം തന്നെ ആ മാന്ത്രിക മത്സ്യകന്യക കാരണമാണ് നടന്നത്. കേശവും കോമലും ആ മത്സ്യകന്യയ്ക്ക് നന്ദി പറഞ്ഞു. കേശവ് മഴയിൽ കുടുങ്ങിയവരെ രക്ഷിക്കാൻ സഹായിച്ചു. പക്ഷേ മത്സ്യകന്യക കേശവിനെ തന്റെ ജീവിതത്തിൽ രക്ഷപ്പെടാൻ സഹായിച്ചു. ഇതിൽ നിന്നും എന്തു മനസ്സിലായി? നമ്മൾ എന്ത് ചെയ്യുന്നോ അത് തന്നെ തിരിച്ചു കിട്ടും.